പക്ഷേ KR മീര പറയുന്നത് കോൺഗ്രസ് 75 വർഷമായിട്ട് ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗാന്ധിയെ ഒരു ഹിന്ദു മഹാസഭയൊന്നും വിചാരിച്ചാൽ ഇനി ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം അത് കോൺഗ്രസ് ശ്രമിച്ചിട്ട് തന്നെ നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ വിമർശനം വരുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഈ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്? ഇത്രയും വലിയൊരു വിമർശനം ഗാന്ധി ഇല്ലാതാക്കാനൊക്കെ കോൺഗ്രസ് ശ്രമിച്ചോ എന്നൊരു ചോദ്യം ഡയറക്റ്റ് തന്നെ വരുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ എന്താണ് ഈ KR മീര എന്ന് പറയുന്ന എഴുത്തുകാരി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരിയാണ്. പക്ഷെ അവർ കഴിഞ്ഞ KLF വേദിയിലാണ് ഇത്തരമൊരു വേറൊരു പ്രയോഗം നടത്തിയത്. അതായത് ഇത് അവരുടെ ഫേസ്ബുക്കിൽ ഗാന്ധി ഓർമ്മയുമായി ബന്ധപ്പെട്ട ദിവസത്തിലാണ് ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. അതോടൊപ്പം തന്നെ KLFൻ്റെ വേദിയിൽ കഷായം ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട് വേറൊരു പ്രസ്താവന കൂടി നടത്തി. അതായത് കഷായം കൊടുക്കേണ്ടി വന്നത് ഒരു ഗതികേടിൻ്റെ പുറത്താണ്. പെൺകുട്ടികൾ അവരുടെ ബന്ധങ്ങളിൽ നിന്ന്, റിലേഷൻഷിപ്പുകളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ തളച്ചിടപ്പെടുമ്പോൾ അവർ കഷായം കൊടുത്തു പോവുകയാണ്. അതൊരു നല്ല കാര്യമാണ് എന്നുള്ള നിലയിലാണ് KR മീരയുടെ സംസാരം വന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധവുമായിരുന്നു. ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ മീരയെപ്പോലുള്ള ഒരു എഴുത്തുകാരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഒരു വാക്കും ഒരാൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഒരാൾ ഉപയോഗിക്കുന്ന വാക്ക് എങ്ങനെയാണ് സമൂഹത്തിനകത്ത് പ്രതിധ്വനിക്കുന്നതെന്നും അതുണ്ടാക്കുന്ന അർത്ഥനിർമ്മിതി എന്താണ് എന്നും ആലോചിച്ച് മാത്രമേ അത് പുറത്തേക്ക് അവരിൽ നിന്ന് വരാൻ പാടുള്ളൂ. കാരണം കാലം വല്ലാത്ത രീതിയിൽ മാറിക്കുകയും വളരെ സെൻസിറ്റീവാണ് നമ്മുടെ കാലം. ഇപ്പോൾ KR മീരയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഏത് മോശമായിട്ടുള്ള പ്രവൃത്തിയോടും ശക്തമായിട്ട് എതിർക്കുന്ന ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ആണ് മീര ബഹുമാനിക്കപ്പെടുന്നത്. ശരി, കാരണം മീരയുടെ ചില കഥകളൊക്കെ വളരെ രൂക്ഷമായിട്ട് തന്നെ CPM പോലെയുള്ള സംഘടനകളെ അതിശക്തമായിട്ട് എതിർത്തിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കഥകൾ എഴുതുന്ന CPMനെ മാത്രമല്ല എല്ലാവരെയും അതിശക്തമായിട്ട് വിമർശിക്കുകയും രൂക്ഷമായിട്ട് അവർ വിചാരണ ചെയ്യുകയും ചെയ്യുന്ന കഥകളും നോവലുകളും ഒക്കെ എഴുതിയാണ് KR മീര നമ്മളുടെ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ആരാച്ചർ എന്ന് പറയുന്ന നോവലിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനത്തെ മഹാശക്തി ദേവിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പല ഇടങ്ങളിലും സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ പോരാട്ടങ്ങൾക്കും വേണ്ടിയിട്ട് മീര ഉണ്ടാവാറുണ്ടായിരുന്നു. അതൊക്കെ മീര അങ്ങനെയാണ്, മീരയെ നമ്മളങ്ങനെ മനസ്സിലാക്കുന്നത്. പക്ഷേ കഷായം ഗ്രീഷ്മയെ എടുക്കുമ്പോൾ അതൊരു ഈ സ്ത്രീ ശാക്തീകരണവുമായിട്ട് സ്ത്രീയുടെ പോരാട്ടവുമായിട്ട് സമീകരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം സമൂഹം അവരെ കാണുന്ന കഷായം ഗ്രീഷ്മയെ കാണുന്ന എങ്ങനെയാണ്? ഒരു കൊലപാതകി എന്ന നിലക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് അവർ കൊലപാതകം ചെയ്തു എന്നുള്ളതിന് ഒരു ന്യായീകരണമില്ല. കൊലപാതകം തന്നെയാണ്. അതിന് ന്യായീകരണം ഒരിക്കലുമില്ല. കാരണം സ്ത്രീകൾ വന്ന് വിട്ടുപോകുന്നതായിട്ടുള്ള ബന്ധങ്ങൾ അവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിർബന്ധിതമാക്കുന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കാം. കാരണം പലപ്പോഴും ചില ഇപ്പോൾ നമുക്കറിയില്ലേ, മകളെ കള്ളു കുടിച്ച് വന്നിട്ട് മകളെ ബലാത്സംഗം ചെയ്യാനായിട്ട് അച്ഛൻ ശ്രമിക്കുന്നത് കാണുന്ന അമ്മ വാക്കത്തെടുത്ത് വെട്ടിക്കൊല്ലണം അയാൾ. തീർച്ചയായിട്ടും അത് അവർ കൊല്ലാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല, നിസ്സഹായാണ്, നിർബന്ധിതാവസ്ഥ. അത്തരത്തിലുള്ളൊരു നിർബന്ധിതാവസ്ഥ ഉണ്ട് എന്ന കാര്യമാണ് മീര യഥാർത്ഥത്തിൽ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊരു രീതിയിൽ വായിക്കാനായിട്ട് ഒരു വശം അതിനകത്ത് കിടക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് അത് ചെയ്യാൻ പാടുള്ളൂ. അവിടെ മീരയ്ക്ക് പറ്റിയ അബദ്ധം അത് തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഈ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തി അവരെ കൊലപാതകയായിട്ട് തന്നെയാണ് സമൂഹം കാണുന്നത്. ആ കൊലപാതകത്തിന് ഒരിക്കലും ആർക്കും ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഈ രീതിയിൽ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് പ്രശ്നം. അതിൽ ഉദാഹരണം എന്ന് മാഷ് പറഞ്ഞല്ലോ, ഈ മീര എടുത്ത ഉദാഹരണത്തിൽ തന്നെ ഏറ്റവും വലിയ പാളിച്ച എന്താണെന്ന് വെച്ചാൽ ഈ 11 ദിവസമാണ് ഈ പയ്യൻ വെള്ളം പോലും ഇറങ്ങാതെ അവയവങ്ങളെല്ലാം പഴുത്ത് പൊടിഞ്ഞ് മരിക്കാനുണ്ടായത്. അതും ഈ ബ്ലഡിൽ ഈ വിഷം കലർന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം അപ്രത്യക്ഷമാകുന്നൊരു വിഷമാണ് ഇതിനു വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയത് എന്നും കൂടെയാണ്. അപ്പോൾ അത്തരത്തിലൊരു പെൺകുട്ടിയെ തന്നെ എടുത്തിട്ട് ഇതിനെ ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദനകളെ മീര കണ്ടില്ല എന്നുള്ളതാണ് ഒരു വിമർശനമായിട്ട് വന്നത്. അല്ല, അത് ശരിയാണ്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കാരണം നമ്മൾ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ആ ഉദാഹരണങ്ങൾക്ക് ഉള്ള
അതിന് പല സാധ്യതകളുണ്ടാവും. ആ സാധ്യതയാണല്ലോ ഈ പുരുഷൻ എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള വേദനയും ദുരിതവും ഒന്നും കാണാതെ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് അത് ശരിക്കും. അപ്പോൾ നമ്മൾ സ്ത്രീപക്ഷപാതി ആയി കഴിഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളിലൂടെ അല്ല അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. സമൂഹത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ട എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്നതിനിടയിൽ വ്യക്തമായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നതായിരിക്കണം. അതിന് ഇത്തരത്തിലുള്ള മിസ്ഇൻ്റർപ്രിറ്റേഷൻ പോസിബിലിറ്റീസ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ അതുണ്ടായി, അതാണ് അപകടം. അത് അവർ ശ്രദ്ധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതങ്ങനെ വിമർശനം വരുമ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത്. അത് ഈ കാര്യത്തിൽ മേര് വിമർശിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വിഷയത്തിലേക്ക് കൂടി വരാം. അതായത് ഗാന്ധിയാണ് പ്രധാനപ്പെട്ട ചർച്ച. ഗാന്ധിയെ കോൺഗ്രസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് ഡയറക്റ്റ് അർത്ഥത്തിൽ പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഒരുപക്ഷെ പെട്ടെന്നൊരു അത്ഭുതം ഉണ്ടാകും. ഗാന്ധി എങ്ങനെയാണ് കോൺഗ്രസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? അത്ര വലിയൊരു വിമർശനം വേണമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. മറുഭാഗത്ത് ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്ന് കോൺഗ്രസ് പതുക്കെ പതുക്കെ ഇല്ലാതാകുകയാണ്, അല്ലെങ്കിൽ ഗാന്ധിയെ ഏതെങ്കിലും ഒരു ഓർമ്മ ദിനത്തിലോ അല്ലെങ്കിൽ ഒരു ജന്മദിനത്തിലോ മാത്രം ഓർക്കുന്ന ആളുകളായി കോൺഗ്രസ്സുകാർ മാറുന്നു എന്ന ഒരു സത്യത്തെ അവതരിപ്പിക്കാൻ മീര ശ്രമിച്ചു എന്നതും കൂടിയാണ് ഒരു ഭാഗത്ത് വരുന്നത്. പക്ഷെ അതിന് ഇത്രയും ഡയറക്റ്റായി തന്നെ അത് പറയണമായിരുന്നു. അതിനെ എങ്ങനെ ആളുകൾ എടുക്കും എന്നൊരു ചോദ്യം കൂടെയുണ്ട്. അല്ല, ഇതിൻ്റെ നമ്മളൊരു വിമർശനം അവതരിപ്പിക്കുന്ന സമയത്ത് ആളുകൾ അതെങ്ങനെ കാണും എന്ന് കരുതി വിമർശിക്കേണ്ട ഒരു കാലമാണ് ഇന്നത്തെ കാലം. ഞാൻ നേരത്തെ പറഞ്ഞു സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഗാന്ധി സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു ആശയമാണ് ഗാന്ധി. അതിന് നമുക്കൊരിക്കലും അതിനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ഗാന്ധി അങ്ങനെ ഇന്ത്യക്കൊരു ആശയം നൽകുകയും ഗാന്ധി ഒരു ആശയമായി മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നില്ല. കൂടുതൽ ഗാന്ധി സംസാരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒരു കാലത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ശരിയാണ്, 47-ന് ശേഷം കോൺഗ്രസ് ഗാന്ധിസത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള വലിയ ചോദ്യമാണ്. അവരങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ശരിയാണ്. കാരണം അവർക്ക് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി മനസ്സിലാക്കിയപ്പോൾ അത് നമ്മളിങ്ങനെയാണ്. CPM മാർക്സിനെ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആ ഉത്തരം കിട്ടി. മാർക്സിനെ അവരൊന്നും ചെയ്യുന്നില്ല. മാർക്സിനെ പുഷ്ടിപ്പെടുത്താനോ മാർക്സിൻ്റെ ആശയത്തെ പുഷ്ടിപ്പെടുത്താനോ ഒരു പ്രവർത്തനം നടത്താത്ത ഒരു പ്രസ്ഥാനമായിട്ട് CPM മാറിക്കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയായിരുന്നു. കാരണം നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയായി മാറിയൊരു ഘട്ടമായിരുന്നു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അധികാരത്തിൽ നിന്ന് ഗാന്ധി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ മനുഷ്യർ വല്ലാതെ പരസ്പരം പോരടിച്ച് കൊല ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്കായിരുന്നു അദ്ദേഹം സഞ്ചരിക്കുകയും അവരെ സമാധാനത്തിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന് വെടികൊള്ളുകയും അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു, ഗോഡ്സെ കൊല്ലുന്നു. അന്നത്തെ ഹിന്ദു മഹാസഭയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അതങ്ങനെ അവർ നിർവഹിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ കോൺഗ്രസ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഗാന്ധിയൻ ആശയങ്ങളെ വളർത്തി വികസിപ്പിക്കുകയാണ്. അവരിപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ കതറിട്ട് നടക്കൽ മാത്രമാണ്. അതിനപ്പുറമായിട്ട് ഗാന്ധിസത്തെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വളർത്താനും വികസിപ്പിക്കാനും അവരൊരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മീര ഈ അഭിപ്രായ പ്രകടനം നടത്തുന്ന സമയത്ത് വന്നിരിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് സവർക്കറുടെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആശയത്തിന് മറുപടി പറയുന്ന ഒരു സമയമാണ്. അതായത് ഗാന്ധി വേണ്ട, ഗാന്ധിയുടെ ആശയം വേണ്ട, സവർക്കറുടെ ആശയം മതി എന്ന് ആണ് അവരാ സമയത്ത് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചു. നമ്മളിവിടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് BJP ഇരിക്കുന്ന സംസ്ഥാനത്ത് സർക്കാർ കലണ്ടറിൽ നിന്ന് ഗാന്ധി എടുത്ത് മാറ്റപ്പെട്ടു, പകരം മോദി സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ അതിന് BJPയുടെ നേതാവ് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഗാന്ധി കാലഹരണപ്പെട്ട ഒരു ഇമേജാണ്, ഒരു മാർക്കറ്റും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് നമ്മളൊക്കെ സംസാരിച്ചിരുന്ന കാലക്രമത്തിൽ ഗാന്ധി ഇന്ത്യയുടെ കറൻസി നോട്ടുകളിൽ നിന്ന് പോലും ഇല്ലാതാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തും സംഭവിക്കാവുന്നതാണ്. കാരണം മനുഷ്യൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പുതുതായി എഴുതി രൂപപ്പെടുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഗാന്ധി ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞതിനിടയിൽ ഇന്ത്യയുടെ ഒരു ആത്മാവിനെ ഇല്ലായ്മ ചെയ്യുക എന്നതിന് സമാനമായിട്ടുള്ള പ്രക്രിയയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്
നമ്മൾ ഏത് ചരിത്രത്തിൻ്റെ പീസ് എടുത്ത് പരിശോധിച്ചാലും അവിടെ ഈ ഗാന്ധിയുടെ സ്പർശം എന്ന് പറയുന്നത് വളരെ ശക്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഗാന്ധിയുടെ ഈഗോവും മറ്റുമൊക്കെ പല സമയത്ത് വിമർശിക്കപ്പെടുന്നുണ്ട്. അത് ഉണ്ടാവും, ഏത് മനുഷ്യനായി കഴിഞ്ഞാലും അതിൻ്റെ ഈഗോയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മീര ഇതിനകത്ത് നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ ഇപ്പോൾ ഇന്ന് നിൽക്കുന്നതായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ അവരെ ഒരു CPM-ന്റെ അനുകൂലിയാക്കി മാറ്റുകയും CPM-ൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അവർ പറഞ്ഞ് എന്ന് പറയുന്ന ഒരു വിമർശനം ഒരു വയസ്സ് ഉയർന്നു വരും. അതെ, അതുകൊണ്ട് അപ്പോൾ അത് അങ്ങനെ ഉയർന്നു വരും. ഏത് സാധനം നമ്മൾ പറയുന്ന സമയത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരാം. പ്രത്യേകിച്ച് ഇവരെല്ലാം സെലിബ്രിറ്റികളാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റികൾ നടത്തുന്നതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇങ്ങനെയുള്ള വിവാദം. കാരണം ആരെങ്കിലും അത് ഇഷ്ടപ്പെടുത്തുന്നില്ലെങ്കിൽ അവരുടനെ എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തി പ്രസ്താവന ഇറക്കും, വിമർശനം വരും, സോഷ്യൽ മീഡിയ അത് വലിയ തരത്തിൽ ആഘോഷിക്കും. ആ വിഷയമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പറയാനുള്ളത്, ഇവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അത് വളരെ ബോധപൂർവമായിട്ട് ശ്രദ്ധിച്ച് മാത്രം പറയുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു പൊളിറ്റിക്കൽ ഇഷ്യൂയിൽ ഇടപെടുന്ന സമയത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ആ അഭിപ്രായം ചിലപ്പോൾ സ്വീകരിക്കപ്പെടും, ചിലപ്പോൾ എതിർക്കപ്പെടും. നമ്മളങ്ങനെ ഈ ഇവരുടെ പോലെയുള്ള സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർ അങ്ങനെയല്ല. കേരള സമൂഹത്തിൻ്റെ സിംഹാസനത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇമേജാണ്. ആ ഇമേജിനെ ആളുകൾ ആക്രമിക്കുന്നത് ഇങ്ങനെ വരുന്ന സമയത്താണ്. അപ്പം അവരുടെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ അഭിപ്രായം പറയും. ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ അവർ വ്യക്തമായിട്ട് അവരുടെ കാഴ്ചപ്പാടല്ലേ പറയും. മറ്റേ ഈ ചർച്ചയ്ക്ക് പോയിരുന്ന് വർത്തമാനം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം ഞാനൊരു ലേഖനം എഴുതുന്ന സമയത്ത് എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനായിട്ട് ഉള്ള ഒരു വേദിയാണ്. നമ്മൾ തമ്മിൽ പ്രാർത്ഥന ഞാനും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് വെറും വർത്തമാനങ്ങളാണ്. മറ്റേ ഫേസ്ബുക്ക് അങ്ങനെയല്ല. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അതുകൊണ്ട് ബോധപൂർവം തന്നെ അവരറിഞ്ഞ് തന്നെ അവരെഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. അവരുടെ കാഴ്ചപ്പാടാണ്, അവരുടെ നിലപാടാണ്. അതിനെ എതിർക്കുന്നവർ എതിർക്കട്ടെ, ഇല്ലാത്തവർ അനുകൂലിക്കട്ടെ എന്നേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ഗാന്ധി ചർച്ച ചെയ്യപ്പെടട്ടെ.